സഹോദരീ സഹോദരന്മാരെ, on behalf of the people of India and particularly our people of Kerala, the government of Kerala, and on my personal behalf as the Chief Minister of Kerala, let me put on record my sincere thanks to His Highness Sheikh Mishal Al Ahmad Al Jaber Al Sabah, Emir of Kuwait, His Highness Sheikh Sabah Al Khalid Al Sabah, Crown Prince of Kuwait, the government of Kuwait and Kuwaiti nationals for their generosity and kindness in accommodating the large Indian community in this country. We wish them good health and continued success. പ്രിയപ്പെട്ടവരെ, കേരളം ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന മലയാളികളാണ് നമ്മുടെ എല്ലായിടങ്ങളിലും പ്രവാസ ജീവിതം നയിക്കുന്നവർ. ഞങ്ങൾ ഈ സന്ദർശന പരിപാടിയുടെ ഭാഗമായി പോയ ഇടങ്ങളിലെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള മലയാളി കൂട്ടായ്മയാണ് കാണാൻ കഴിഞ്ഞത്. കുവൈറ്റും ആ പട്ടിക പ്രമുഖ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഇത് കേരളത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കരുതലിൻ്റെയും പ്രതീക്ഷയുടെയും ഭാഗമായി വരുന്നതാണ്. നമ്മുടെ നാടിനെക്കുറിച്ച് ഒട്ടേറെ വിഷമകരമായ ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നവരാണ് പ്രവാസി സഹോദരങ്ങൾ. കുറച്ചു നാൾ മുൻപ് കേരളത്തിൻ്റെ പല മേഖലകളിലുമുള്ള പിന്നോട്ടുപോക്കിൽ വേദനിച്ചവരായിരുന്നു പ്രവാസി സഹോദരങ്ങൾ. അവര് ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഓരോ രംഗത്തും നേടിയിട്ടുള്ള പുരോഗതി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ മേഖലകളിൽ ആ പുരോഗതി കാണാത്തത്, അതായിരുന്നു പ്രവാസി സഹോദരങ്ങളെ വേദനിപ്പിച്ചിരുന്നത്. വലിയ അമർഷം തന്നെ പല ഘട്ടങ്ങളിലും പ്രവാസി സഹോദരങ്ങൾ ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. നമുക്കറിയാം, കേരളം നേരത്തെ തന്നെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കേരള മോഡൽ എന്ന ഒരു പ്രയോഗം തന്നെ വികസന മേഖലയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക രംഗത്തെ വിദഗ്ധരും പ്രയോഗിച്ചിരുന്നത്. അതിനിടയാക്കിയത് കേരളം വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുടെ ഒരു സംസ്ഥാനമല്ലെങ്കിലും നമ്മൾ പല കാര്യങ്ങളിലും
സാമൂഹ്യ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലും പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് കേരള മോഡൽ എന്ന വിശേഷണം വന്നത്. നാം പഴയ കാര്യങ്ങൾ ഓർക്കണം. നമ്മുടെ നാടിന് ഈ പറയുന്ന കേരള മോഡൽ എന്ന വിശേഷണത്തിന് അർഹമായ രീതിയിലുള്ള അഭിമാനകരമായ അവസ്ഥ നേടാൻ കഴിഞ്ഞത് എങ്ങനെയെന്നതും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അങ്ങനെ ഓർക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. നമ്മുടെ പൂർവികർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾ, അവ മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോ നാം കാണുന്ന കേരളമോ അല്ലെങ്കിൽ കേരള മോഡൽ എന്ന വിശേഷണം നേടിയെടുത്ത കാലത്തുള്ള കേരളമോ ആയിരുന്നില്ല നേരത്തെ നമ്മുടെ നാട്. പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ, പലതും നിഷേധിക്കപ്പെട്ടവർ, വിദ്യാഭ്യാസം ജോലിയെടുത്താൽ കൂലി നെല്ലായി കൊടുത്തിരുന്ന കാലത്ത് അവർക്ക് ശരിയായ നെല്ല് കൂലിയായി കൊടുക്കില്ല. അതില് പതിരും കൂടി ചേർത്തേ കൊടുക്കാൻ പറ്റും. നമ്മുടെ ആ കാലത്ത് മുട്ടിന് താഴെയുള്ള മുണ്ടെടുക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്കടക്കം മാറു പറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മനുഷ്യന്റെ മുന്നിൽ മറ്റൊരു മനുഷ്യൻ കണ്ണിൽപ്പെടാൻ അവകാശമില്ലാത്തവർ, ആ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇതെല്ലാം നാടിന്റെ ദുരവസ്ഥക്കിടയാക്കിയതാണ്. ആ കാലം മാറി, സ്വയമേവ മാറിയതല്ല. സ്വാമി വിവേകാനന്ദൻ കേരളം കാണാൻ വന്നു. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു വഴിയിലൂടെ ഒരു പട്ടി പോകുന്നു. ആ വഴിയിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കാൻ വന്നപ്പോൾ അത് സമ്മതിക്കുന്നില്ല. പട്ടിക്ക് നടക്കാം, മനുഷ്യന് നടന്നുകൂടാ. അത് കണ്ട് ക്ഷോഭിച്ചാണ് കേരളത്തെ നോക്കി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. ആ ഭ്രാന്താലയത്തെ നമ്മുടെ രാജ്യമാകെ അംഗീകരിക്കുന്ന ഉന്നതമായ ഒരു മനുഷ്യാലയമാക്കി മാറ്റിയതിന് പിന്നിൽ ദീർഘമായ ഒരു ചരിത്രമുണ്ട്. നവോത്ഥാന നായകൾ നടത്തിയ പ്രവർത്തനം, നവോത്ഥാന കാലം,
ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന കഴിയുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റാൻ നവോത്ഥാന നായകർ നടത്തിയ ശ്രമം. ഇവിടെ ഒരു കാര്യം കൂടി നാം ഓർക്കണം. നവോത്ഥാനം കേരളത്തെക്കാളും ശക്തിപ്പെട്ട സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോഴും ജാതീയമായ ഉച്ചനീചത്വങ്ങളും വേർതിരിവുകളും അതേ രീതിയിൽ നിലനിൽക്കുകയാണ്. പക്ഷേ നമുക്കതിനെ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു. എങ്ങനെ? കേരളത്തിൽ നവോത്ഥാന കാലത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി. ആ പിന്തുടർച്ചയുടെ ഭാഗമായി ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും നവോത്ഥാന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി സാമുദായിക രംഗത്തുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ നവോത്ഥാന നായകർ നടത്തിയ ശ്രമം സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനുള്ള തുടർ ശ്രമങ്ങളുമായി ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയി. ആ ഘട്ടത്തിലാണ് സ്വാതന്ത്ര്യലബ്ധിയും അതിനെ തുടർന്നുള്ള ഏകദേശം 10 വർഷമാകുമ്പോൾ നമ്മുടെ ഇന്ന് കാണുന്ന സംസ്ഥാനം ഐക്യ കേരളം രൂപം കൊള്ളുന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ മലയാളിയുടെ മനസ്സിൽ ഐക്യ കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങള് ആദ്യം സന്ദർശിച്ച സ്ഥലം ബഹ്റിനായിരുന്നു. ബഹ്റിനിലെ പരിപാടി സംഘടിപ്പിച്ചത് ബഹ്റിൻ കേരളീയ സമാജമായിരുന്നു. ബഹ്റിൻ കേരളീയ സമാജം രൂപം കൊണ്ടത് 1947 1947 കേരളം എന്ന സംസ്ഥാനമില്ല. പക്ഷേ മലയാളിയുടെ മനസ്സിൽ കേരളം രൂഢമൂലമായിരുന്നു. അതിന്റെ ഭാഗമായാണ് അന്ന് രൂപം കൊണ്ട ആ സംഘടനക്ക് കേരളീയ സമാജം എന്ന പേരവരിട്ടത്. 47 കഴിഞ്ഞ് 1956 ആയപ്പോഴാണ് നമ്മുടെ ഇന്ന് കാണുന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അത് കേരളത്തിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. കാരണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഗവൺമെന്റ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. കേരള ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും
കേരളത്തിന്റെ വികസനത്തിന്, ആധുനിക കേരളത്തിന് അടിത്തറയിട്ടത് ആ ഗവൺമെന്റാണ്. കേരള മോഡലിനെ കുറിച്ച് പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും എല്ലാം ഏകണ്ഠമായി അഭിപ്രായപ്പെട്ടൊരു കാര്യമുണ്ട്. ഇതിനിടയാക്കിയത് കാർഷിക പരിഷ്കരണ നടപടികളാണ്. ആ കാർഷിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് ആയിരുന്നു. ആ നടപടി ജനങ്ങളിലാകെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ഉയർത്തി. നല്ല രീതിയിലുള്ള മാറ്റം കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തുണ്ടായി. അതോടൊപ്പം തന്നെ എല്ലാവരും അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ് കേരളത്തിന്റെ അഭിവൃദ്ധിയിൽ പ്രവാസികൾ വഹിച്ച പങ്ക്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ജോലി തേടി വിദേശത്ത് പോയവർ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വ്യാപകമായി വന്നപ്പോൾ അത് അന്നത്തെ നാടിന്റെ മാറ്റത്തിന് വലിയ സഹായകമായി. കാരണം ഓരോ പ്രവാസി സഹോദരനും കുടുംബത്തിലേക്ക് അയക്കുന്ന കാശ് ആ കുടുംബത്തിൽ ഭദ്രമായി സൂക്ഷിക്കുകയല്ല ചെയ്യുക. പല ആവശ്യങ്ങൾക്കായി അത് ഉപയോഗിക്കും. ആ പണം നാട്ടിൽ വ്യാപരിക്കും. നമ്മുടെ നാടിന്റെ പൊതുവിലുള്ള കഞ്ഞികൊടി മുട്ടാതിരിക്കാൻ പ്രവാസി സഹോദരങ്ങൾ അയക്കുന്ന പണം വലിയ സഹായകമായി. അത് നാടിന്റെ വികസനത്തിന് വഴിവെച്ചു. പ്രവാസ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ആദ്യകാലത്ത് പ്രവാസികളിൽ ഭൂരിഭാഗവും കഠിനമായ മനുഷ്യാധ്വാനം ചെയ്യാൻ വേണ്ടി വന്നവരായിരുന്നു. തോട്ടങ്ങളിൽ പോയവരാദ്യമുണ്ട്, കൺസ്ട്രക്ഷൻ രംഗത്ത് വ്യാപരിച്ചവരുണ്ട്. അങ്ങനെയുള്ള കഠിനമായ മനുഷ്യാധ്വാനം ചെയ്യാനെത്തിയവരായിരുന്നു. കാരണം അന്നത്തെ നമ്മുടെ സമൂഹം വലിയ തോതിൽ വിദ്യാഭ്യാസം നേടിയവരായിരുന്നില്ല. എന്നാൽ അതിലും മാറ്റം വന്നു. 1957 ഗവൺമെന്റ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകി. അതിന്റെ ഭാഗമായി ഏതു കുട്ടിക്കും നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുണ്ടെന്ന നില വന്നു. സ്കൂളുകളും തുറന്നു കോളേജുകളും നല്ല രീതിയിൽ സ്ഥാപിക്കപ്പെട്ടു. ഏതൊരു കുട്ടിയും, പാവപ്പെട്ട കുടുംബത്തിലെ ഏതൊരു കുട്ടിയും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടായി. അത് പഠനത്തിനുള്ള ഫീസ് ഒഴിവാക്കിയത് വലിയ പിന്തുണയായി മാറി. ഇത്
നാടിനാകെ ഉണ്ടാക്കിയ മാറ്റമുണ്ട്, പ്രവാസ ജീവിതത്തിലും ഉണ്ടാക്കിയ മാറ്റമുണ്ട്. നിങ്ങളെല്ലാം ആ മാറ്റത്തിന്റെ ഭാഗമായി പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മലയാളി സഹോദരങ്ങൾ അതത് രാജ്യങ്ങളിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കാണാം. ചിലർ അക്കാദമിഷ്യരാകാം, ചിലർ ശാസ്ത്രജ്ഞരാകാം, ചിലർ ഉയർന്ന സാങ്കേതിക സ്ഥാപനങ്ങളിലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരാകാം, ചിലര് ഭരണരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരാകാം. ഇങ്ങനെ ഏത് മേഖല എടുത്താലും അവിടങ്ങളിലെല്ലാം ധാരാളം പ്രതിഭകളെ മലയാളികൾ എന്ന നിലക്ക് കാണാൻ നമുക്ക് കഴിയും. ഈ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിന്റെ ഫലമായി ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലുണ്ടായെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ അതിന് തുടർച്ചയുണ്ടായില്ല. തുടർച്ച എന്നത് കേവലമായ തുടർച്ചയല്ല, കാലാനുസൃതമായ മാറ്റം ഓരോ രംഗത്തും ഉണ്ടാവണം. ആ കാലാനുസൃതമായ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരുന്നതാണ് നിങ്ങളെ, പ്രവാസി സഹോദരങ്ങളെ 10 വർഷം മുൻപ് വല്ലാതെ വേദനിപ്പിച്ചത്. ഓരോ പ്രദേശത്തും നിങ്ങൾ കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനം കാലത്തിന്റെ മാറ്റമനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ലാലോ എന്നതാണ് എല്ലാരെയും വേദനിപ്പിച്ചത്. ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടതായിരുന്നു. പക്ഷേ കാലാനുസൃതമായ മാറ്റം ആ രംഗത്തുണ്ടായില്ല. അതിന്റെ ഫലമായി കാലാനുസൃതമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നാം പുറകോട്ട് പോകും. കാരണം കാലം മാറുന്നു. മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ ആ മാറ്റമുള്ള പ്രദേശങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ നിന്നെടുത്ത് നിന്നാൽ പുറകിലാകും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. അതിന്റെ ഫലമായി വല്ലാത്ത നിരാശ ആളുകളിൽ പൊതുവിലുണ്ടായി. അത് മറ്റ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന പ്രവാസി സഹോദരങ്ങളിൽ മാത്രമല്ല, രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും കാലം വരുത്തുന്ന മാറ്റത്തെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാരെല്ലാം. എന്റെ നാട് ഇങ്ങനെയായിപ്പോയല്ലോ, ഇനി ഇതിന് മാറ്റമുണ്ടാകുമോ? ഇതിനൊരു മാറ്റവും ഇവിടെ ഉണ്ടാവില്ല, ഇങ്ങനെയായിപ്പോയി. ചിലർ വിധിയെ പഴിച്ചു. ആർക്കും ഇത് മാറ്റാനാകില്ല. ഇങ്ങനെയെല്ലാമുള്ള കടുത്ത നിരാശ പൊതുവെ ഉണ്ടായി. ആ നിരാശ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി വന്നതല്ല. അനുഭവം നമ്മുടെ നാട്ടിൽ
ജീവിക്കുന്നവരുടെ അനുഭവമാണ് അത്തരമൊരു നിരാശയിലേക്ക് അവരെ നയിച്ചത്. അതിന്റെ ഫലം ഇനി ഈ നാട് നന്നാകില്ല എന്ന തോന്നലായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2016 ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ സർക്കാരിന്, LDF നേതൃത്വത്തിലുള്ള സർക്കാരിന് അധികാരം നൽകുന്നത്. ഒരു കണക്കിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഭാഗമായിരുന്നു അത്. ആ പ്രതീക്ഷക്കനുസരിച്ച് നാട് മാറണം, നാടിനെ മാറ്റണം എന്നതാണ് സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ച ദൗത്യം. ആ ദൗത്യം ഏറ്റെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും രാഷ്ട്രീയമായ മത്സരമുണ്ടാകും. ആ മത്സരത്തിൽ ഒരു കൂട്ടർ ജയിക്കും, മറ്റൊരു കൂട്ടർ പരാജയപ്പെടും. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിച്ചവര് സർക്കാർ രൂപീകരിക്കുന്നു, മന്ത്രിസഭ രൂപീകരിക്കുന്നു. പരാജയപ്പെട്ടവർ പ്രതിപക്ഷത്തിരിക്കുന്നു. സർക്കാർ രൂപീകരിക്കപ്പെട്ടതോടെ ആ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച ജനങ്ങളുടെ മാത്രം സർക്കാരല്ല, ഏത് സർക്കാരായാലും നാടിന്റെയും ജനങ്ങളുടെയും സർക്കാരാണ്. സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. അതിലൂടെ ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കലാണ്. ഞങ്ങള് അധികാരത്തിലേറിയ ഉടനെ നാടിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു വികസന പരിപ്രേക്ഷ്യമുണ്ട്. ആ വികസന പരിപ്രേക്ഷ്യം നമ്മുടെ നാട് എങ്ങനെ മാറണമെന്നുള്ളതായിരുന്നു. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം, ഇതാണ് ഞങ്ങൾ അവതരിപ്പിച്ച വികസന പരിപ്രേക്ഷ്യം. നമുക്കറിയാം, വികസനം എന്നത് രണ്ട് തരത്തിലാകാം. ഒന്ന്, ഒരു പ്രദേശം വലിയ തോതിൽ വികസിക്കുന്നു. ഒരു നാട്ടിലുള്ള ഒരു മഹാനഗരം, ആ നഗരത്തിൽ വികസനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതൊരു വികസന മോഡലാണ്. എന്നാൽ നാം മുന്നോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യം വികസനത്തിന്റെ സ്പർശം എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം എന്നത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള നിയോജക മണ്ഡലങ്ങളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളും അടങ്ങുന്ന ഒരു വലിയ പട്ടണമാണ്.
ഗ്രാമ നഗര വ്യത്യാസം അതിവേഗതയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. എല്ലായിടങ്ങളിലും ഈ വികസനത്തിന്റെ സ്പർശം എത്തിയതായി കാണാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും വികസനത്തിന്റെ സ്വാദറിയണം. ഏതെങ്കിലും ഒരു പ്രത്യേക വരേണ്യ വിഭാഗം മാത്രം വികസനത്തിന്റെ സ്വാദറിഞ്ഞാൽ പോരാ, എല്ലാവരിലേക്കും വികസനത്തിന്റെ സ്വാദെത്തണം. ഇതിനാണ് നാം ശ്രമിച്ചത്. ആ കാര്യത്തിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ. നമ്മുടെ നാടിന് ആശാവഹമായ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം. എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത്? മാറ്റത്തിന്റെ എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണണം. ഒന്ന്, നാട് നേടേണ്ട വികസനം സർക്കാർ ഏതിന്റെ ഭാഗമാകണം? നാടിന്റെ വികസനത്തിന്റെ ഭാഗമാകണോ? അല്ല, വികസനത്തെ തടയാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള ചില ശക്തികളുടെ ഭാഗമായി നിൽക്കണോ? നമ്മുടെ നാടിന് ദുരനുഭവങ്ങളുണ്ട്. നാം ഒറ്റപ്പെട്ടൊരു ഭൂപ്രദേശമല്ലല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ പശ്ചാത്തല സൗകര്യം നല്ല രീതിയിൽ വികസിച്ചു പോകുന്നു. നമ്മുടെ നാട്ടിൽ ആ വികസനം ഉണ്ടാകുന്നില്ല. ഇവിടെ നേരത്തെ ദേശീയപാതയെ കുറിച്ച് പറഞ്ഞു. ദേശീയപാത എന്നത് സംസ്ഥാന സർക്കാരിന് സാധാരണഗതിയിൽ ചെലവ് വരുന്നൊരു കാര്യമല്ല. ദേശീയപാതയുടെ വികസനത്തിന് എല്ലാ പണവും ചെലവിടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. സംസ്ഥാനം ചെയ്യേണ്ടത് ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തു കൊടുക്കണം. നിർഭാഗ്യവശാൽ നമുക്കതിന് കഴിഞ്ഞില്ല. നമ്മുടെ നാട് പലയിടത്തും വില്ലേജ് റോഡുകളെക്കാളും മോശമായ അവസ്ഥയിൽ കഴിയുന്ന നാഷണൽ ഹൈവേയുള്ള നാടായി മാറി. ഇവിടെയാണ് ഇതൊന്നും മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നിടത്തേക്ക് എത്തിച്ചത്. അതിന് മാറ്റം വരുത്താൻ 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ശ്രമിച്ചു. ഞങ്ങളതിൽ പ്രത്യേക മായാവിദ്യകളൊന്നും കാണിച്ചില്ല. ജനങ്ങളോട് പറഞ്ഞു, ഈ പദ്ധതി ആവശ്യമാണ്, നാടിന് ആവശ്യമാണ്, ഇതിന് തടസ്സം നിൽക്കരുത്, സഹകരിക്കണം. അത് ആത്മാർത്ഥതയോടെ പറഞ്ഞു. തടസ്സം നിന്നാൽ അത് അംഗീകരിക്കില്ല എന്ന നിലയും ആളുകൾക്ക് ബോധ്യമായി. എല്ലാവരും സഹകരിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി?
നമ്മുടെ നാഷണൽ ഹൈവേയുടെ നല്ല ഭാഗം അടുത്ത മാസം ഡിസംബറോടെ പൂർത്തിയാകും. ജനുവരിയിൽ കേരളത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മന്ത്രി വന്ന് ആ ഭാഗം ഉദ്ഘാടനം ചെയ്യും. നിതിൻ ഗഡ്കരിയുമായി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർക്ക് നൽകിയ നിർദ്ദേശം മാർച്ച് മാസമാകുമ്പോഴേക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കണമെന്നാണ്. അപ്പോ അസാധ്യം എന്ന് കരുതിയ ഭാഗമാണ് സാധ്യമായത്. ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു. സമയത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് ഈ ഘട്ടത്തിൽ 2016 ഞങ്ങൾ സമീപിച്ചപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ്, ആ വില കൊടുത്ത് ഞങ്ങൾക്ക് ഭൂമി എടുക്കാൻ കഴിയില്ല, സംസ്ഥാന സർക്കാർ എടുത്തു തരണം. തർക്കമായി. കാരണം ഒരിടത്തും നാഷണൽ ഹൈവേ വികസനത്തിനായി സംസ്ഥാനമല്ല ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. അവസാനം മധ്യസ്ഥമായി, ഒത്തുതീർപ്പായി. നമുക്ക് നാഷണൽ ഹൈവേ വന്നേ മതിയോ, അതുകൊണ്ട് അവസാന ഒത്തുതീർപ്പിന് നാം വഴങ്ങേണ്ടി വന്നു. ആ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവിൽ 25% നാം കൊടുക്കേണ്ടതായി വന്നു. എത്ര? 5600 കോടി രൂപ. ഏത് ഗവൺമെന്റോ ആകട്ടെ, നമ്മുടെ സംസ്ഥാനം കാണിച്ച കെടുകാര്യസ്ഥതയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് പുതുതായി വഹിക്കേണ്ടി വന്ന പിഴയാണ് ഈ പറയുന്ന 5600 കോടി രൂപ. അതും നാം കാണേണ്ട ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ. നമ്മോടൊപ്പം പദ്ധതി അംഗീകരിച്ചു കിട്ടിയ സംസ്ഥാനങ്ങളൊക്കെ നേരത്തെ തന്നെ ഇത് പൂർത്തിയാക്കി. നമുക്ക് പൂർത്തിയാക്കാനായില്ല. കാരണം ആ പൈപ്പ് പോകേണ്ട സ്ഥലത്തെ കൂടി പൈപ്പ് ഇടാനുള്ള അനുമതി കൊടുക്കണം. അത് സംസ്ഥാനമാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. ഫലം, നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാത്തവരായി. 2016 സംസ്ഥാന ഭരണമേറ്റെടുത്തതിന് ശേഷം ഒരു കേഴ്സി കോൾ എന്ന നിലക്ക് പ്രധാനമന്ത്രിയെ കാണാൻ ഞാൻ പോയിരുന്നു. അപ്പോ ശ്രീ നരേന്ദ്രമോദി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കേരളത്തില് ഗെയിലൊന്നും ആയില്ലാലോ, എന്താണ് അവസ്ഥ എന്ന്. ഇപ്പൊ മുഖ്യമന്ത്രിയായി ഏതാനും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ പോക്ക്. ഞാൻ പറഞ്ഞു, അത് സംബന്ധിച്ച് അടുത്ത വരവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അന്നേരം ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നടക്കില്ല എന്ന് കരുതി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരുന്നു. അവരെ തിരിച്ചു വിളിച്ചു. പണി തുടങ്ങി. നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി. പൈപ്പിലൂടെ ഗ്യാസ് പോകുന്നു. നമ്മുടെ ഫാക്ടറികളിലും ഇന്ധനമായും നമ്മുടെ അടുക്കളകളിൽ ചിലയിടങ്ങളിൽ പാചകവാതകമായും ഈ ഗ്യാസ് ഇപ്പോൾ എത്തുന്നു. ഇതും ഞങ്ങൾ ഏതെങ്കിലും മായാജാലം കാണിച്ചത് കൊണ്ടല്ല. നാടിന് ആവശ്യമാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞു.
തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞു. എല്ലാവരും അംഗീകരിച്ചു. എടമൺ കൊച്ചി പവർ ഹൈവേ ഇതേപോലെ വഴിയിൽ സ്തംഭിച്ചു പോയി ഒന്നാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആയിരുന്നു പദ്ധതി ഏറ്റെടുത്തിരുന്നത്. അവര് നാട് വിട്ടുപോയി. 2016 അവരെ തിരിച്ചു വിളിച്ചു, പണി തുടങ്ങാൻ പറഞ്ഞു. പണി തുടങ്ങാൻ ചെന്നപ്പോ നേരത്തെ തടസ്സപ്പെടുത്തിയവര് കുറച്ച് പ്രബലരാ. അവര് പണി തടസ്സപ്പെടുത്തി. സാധാരണഗതിയിൽ അവരോട് അഭ്യർത്ഥിച്ചു, ഇത് നാടിന് ആവശ്യമാണ്, നിങ്ങൾ തടസ്സം നിൽക്കരുത്. പക്ഷെ അവര് തടസ്സവുമായി മുന്നോട്ട് പോയി. അപ്പൊ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണെന്ന്. പണി പൂർത്തിയായി. ഇപ്പോ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നാം ചിന്തിക്കേണ്ടത്, സർക്കാർ എന്തിനാണ്? പദ്ധതി പൂർത്തീകരിക്കാനാണോ? പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ ഭാഗത്ത് നിൽക്കാനാണോ? പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ ഭാഗത്തല്ല. പദ്ധതി പൂർത്തീകരിക്കൽ നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. അതാണ് ഏത് സർക്കാരും ചെയ്യേണ്ടത്. അത് ചെയ്തു എന്നത് മാത്രമാണ് ഞങ്ങൾ നിർവഹിച്ചൊരു കാര്യം. ഇതിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വികസന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വികസനം ഇന്ന് എല്ലാവരും അംഗീകരിക്കും വിധം മാറിയിട്ടുണ്ടെന്നും നമുക്കുണ്ടായിരുന്ന പ്രധാനമായ ഒരു തടസ്സം നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ കുറവായിരുന്നു. ആവശ്യങ്ങൾ നിരവധിയാണ്. ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നമുക്ക് പണം വേണം. അത്രയധികം ആവശ്യങ്ങളാണ് ഓരോ മേഖലയും. അപ്പൊ എവിടെ പണം? ഖജനാവിന് അത്ര ശേഷിയില്ല. അപ്പോഴാണ് നാം പുതിയൊരു മാർഗം കണ്ടെത്തണമെന്ന് ആലോചിച്ചത്. സർക്കാരിന്റെ ഖജനാവിന്റെ ശേഷിക്കനുസരിച്ചാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ വരിക. പരമ്പരാഗതമായ രീതിയിൽ ബജറ്റ് നിർദ്ദേശങ്ങളിലൂടെ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ടാൽ ഇക്കാലത്ത് നിർവഹിക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാമ്പത്തിക ശേഷി വെച്ച് ദശാബ്ദങ്ങൾ വേണ്ടിവരും. അപ്പോ കാലത്തിനനുസരിച്ച പുരോഗതി നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഓരോ മേഖലയും പുറകോട്ടായി പോകും. അപ്പോ ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ് വേണം. അതിന്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയിലൂടെ നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തി. അന്ന് ഗവൺമെന്റ് പറഞ്ഞത് 2021 ആകുമ്പോഴേക്ക് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ്. ഒറ്റക്കേൾവിക്ക് അതൊരു വല്ലാത്ത വർത്തമാനമായിട്ട് തോന്നും. എവിടുന്ന് പണം കിട്ടാനാണ്? ആരാണ് നിങ്ങൾക്ക് പണം തരിക? ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ലേ? അയഥാർത്ഥമായ കാര്യങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കലല്ലേ? അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ പറയല്ലോ. ആ പറച്ചിലൊക്കെ ഒരു ഭാഗത്ത് നടന്നു. അത് പറയട്ടെ.
നമുക്ക് നാടിന്റെ മുന്നേറ്റമാണല്ലോ ആവശ്യം. അതിനായി കിഫ്ബി യാഥാർത്ഥ്യമാക്കി. ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. 2021 ആയപ്പോ 50 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്തത്. ഇപ്പോഴെത്രയാണെന്നറിയോ? 90,000 കോടി കവിഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് മാറ്റത്തിന് കാരണം. നിങ്ങളെല്ലാം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവരാണല്ലോ. കേരളത്തില് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാലോ. എങ്ങനെയൊക്കെ സ്കൂളുകളിൽ വന്ന മാറ്റം, ആശുപത്രികളിൽ വന്ന മാറ്റം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം, നമ്മുടെ റോഡുകളിൽ വന്ന മാറ്റം, പാലങ്ങളിൽ വന്ന മാറ്റം, വിവിധ പദ്ധതികളുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ഇതെല്ലാം നാടിന്റെ എല്ലാ ഭാഗത്തും കിടക്കുകയാണല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള പക്ഷഭേദം ഉണ്ടായോ? ഒരു പക്ഷഭേദവും ഉണ്ടായില്ല. എവിടെയാണോ ആവശ്യം അവിടെ കിഫ്ബി സഹായം എന്തായിരുന്നു? റോഡായാലും പാലമായാലും സ്കൂളായാലും ആശുപത്രി ആയാലും ഏത് വികസന പദ്ധതിയായാലും ആ വികസന പദ്ധതികളെല്ലാം നമ്മുടെ നാടിൻ്റെതാണ്. അവിടെ ആര് ജനപ്രതിനിധിയായിരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. കേരളത്തിന്റെ വികസനമാണ് പ്രശ്നം. അതിന്റെ ഭാഗമായുള്ള പദ്ധതികളാണ് നടപ്പാക്കിയത്. നമ്മുടെ നാട് മറ്റേതൊരു നാടിനെയും പോലെ വികസിക്കാൻ കഴിവുള്ള നാടാണ് എന്ന് തെളിയിക്കാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചു. ഇതാണ് നാം കാണേണ്ട ഒരു യാഥാർത്ഥ്യം. 2016 അധികാരത്തിൽ വന്ന സർക്കാർ നാടിന്റെ മുന്നിൽ ചില മാതൃകകൾ കാണിച്ചു. സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവര് സ്ഥാനാർത്ഥികളായാലും മുന്നണിയായാലും ഒക്കെ നടത്താറുണ്ടല്ലോ. അതിനെപ്പറ്റി നമ്മുടെ രാജ്യത്ത് ഒരിടത്ത് ഒരാളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല, നിങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആ സമീപനമല്ല കേരളത്തിലെ സർക്കാർ. ആ സമീപനമല്ല കേരളത്തിലെ സർക്കാർ. 2016 സർക്കാർ 2016
സർക്കാർ 2016 സർക്കാർ 2016 സർക്കാർ 2016 സർക്കാർ 2016 സർക്കാർ 2016 തീരുമാനിച്ചത്. എന്തുകൊണ്ട് നമുക്ക് ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൂടാ? ആ തലത്തിലേക്ക് നമ്മൾ കടന്നു, അതിനുള്ള നടപടികൾ ആരംഭിച്ചു. അന്ന് തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കണമെന്ന്. വ്യാപകമായ പരിശോധനകൾ നടന്നു. 10,000 ഈ ആളുകളെ കണ്ടെത്താനുള്ള പ്രവർത്തനത്തിൽ ഭാഗമാക്കായി. സുത്യർഹമായ പങ്ക് കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ വഹിച്ചു. നിരവധി സന്നദ്ധ പ്രവർത്തകർ ഇതിൽ ഭാഗമാക്കായി. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും നല്ല പങ്ക് വഹിച്ചു. ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഇല്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ പങ്കുവഹിക്കുക. അവസാനം അർഹതയുള്ളവർ ആർക്കൊക്കെ, അത് രഹസ്യമായ പ്രക്രിയയിലൂടെയല്ല നടന്നത്. ഗ്രാമസഭയടക്കം യോഗം ചേർന്നു. ഈ പറയുന്നവരുടെ അർഹത ശരിയായതാണെന്ന് വിലയിരുത്തി. അങ്ങനെയാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത്. പിന്നീട് അവരെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കലാണ്. അതിനുള്ള നടപടികൾ തുടങ്ങി.
ഓരോ വർഷവും ഇതിൽ പറയുന്ന കുടുംബങ്ങളെ എത്ര മോചിപ്പിക്കാനായി എന്നതിന്റെ കണക്ക് അവതരിപ്പിച്ചു. ആദ്യമേ പറഞ്ഞു 2025 നവംബർ 1 ഇവരെയെല്ലാം അതിദാരിദ്ര്യമുക്തമാക്കണം. നവംബർ 1 മുൻപുള്ള ഞങ്ങളുടെ മന്ത്രിസഭാ യോഗം, ആ മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെ തദ്ദേശ ഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഒരു ചിത്രം അവതരിപ്പിച്ചു. അതിനകത്തൊരു വെബ്സൈറ്റാണ്. അതില് ഒരു കുടുംബമാണ് ബാക്കി. ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട്. ആ സാങ്കേതിക തടസ്സം നീക്കാൻ മന്ത്രിസഭാ തീരുമാനം വേണം. മന്ത്രിസഭയെ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ്, ആ വെബ്സൈറ്റിൽ 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളത് ആ സ്ഥാനത്ത് 0 വന്നു. അതായത് പൂർണ്ണ അതിദാരിദ്ര്യ മുക്തമായി. അന്ന് വൈകുന്നേരം ചേർന്ന പത്രസമ്മേളനത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞു. നവംബർ 1 പരസ്യമായി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള അസംബ്ലി. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. രാജ്യത്ത് അതിദാരിദ്ര്യമുക്തമായ ഏക സംസ്ഥാനം എന്നതല്ല പ്രത്യേകത. ആ പ്രത്യേകത പല കാര്യങ്ങളിൽ നേടിയവരാണ് കേരളം. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകത്ത് അതിദാരിദ്ര്യമുക്തമായ പ്രദേശങ്ങൾ വളരെ ചുരുക്കമാണ്. ആ ലോക പട്ടികയിൽ കേരളം അപൂർവ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, എന്റെ നാട് അതിദാരിദ്ര്യം മുക്തമാക്കിയ നാട് എന്ന അഭിമാനം ഏത് മലയാളിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംശയവുമില്ല. ഇത് നേടാൻ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ. അത് വേണ്ടുവോളം ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വീണ്ടും പറയട്ടെ, ഒരു സംശയവുമില്ലാതെ തുടർ ഭരണത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ നേട്ടം നേടാൻ ആയത്. ഇപ്പോ നമ്മുടെ കേരളം നേരത്തെ വ്യവസായങ്ങൾ തുടങ്ങാൻ അത്രയധികം പറ്റിയ നാടല്ല എന്നൊരു പൊതുചിത്രം നിലനിന്ന നാടായിരുന്നു. ഇവിടെ ബഹുമാന്യായ യൂസഫ് അലി ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ പറയുകയുണ്ട്. നിരവധി പ്രപ്പോസലുകളാണ് വന്നിട്ടുള്ളത്. അതില് കേരളത്തിന്റെ ഭാവി വികസനത്തിന് വലിയ തോതിൽ സഹായിക്കുന്ന പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ അവഗണിക്കാൻ പറ്റുന്നവരല്ല, നല്ല അംഗീകാരമുള്ളവർ, പറഞ്ഞ വാക്ക് പാലിക്കാൻ ശേഷിയുള്ളവർ, അവരാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതിൽ ഫിഷറീസുമായി രംഗപ്പെട്ട പദ്ധതിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഡാറ്റാ സെന്ററിന് വലിയ പ്രസക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട വാഗ്ദത്തമുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം വാഗ്ദത്തമായി ലഭിച്ചിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം?
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലൂടെയാണ് കേരളത്തെ അവർ കാണുന്നത്. നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്ന കാര്യശേഷിയും കാര്യക്ഷമതയും വിശ്വസ്തതയും ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണബോധവും എല്ലാം നമ്മുടെ നാടിനെ അവർ ഹൃദയത്തിലേറ്റാൻ ഇടയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് ആ നാടിനോട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നു. വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം ബഹുമാനായ യൂസഫ് അലിയെ കൂടി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധം വെച്ച്. അപ്പൊ ഒരു അയഥാർത്ഥമായ കാര്യമല്ല എന്നർത്ഥം. എന്നാൽ ഇവിടെ കാണേണ്ട വേറൊരു കാര്യം, കേരളത്തിന് ചിത്രം മാറിയിട്ടുണ്ട്. എങ്ങനെയാ മാറ്റം വന്നത്? ആ മാറ്റം കേരളം നിക്ഷേപത്തിന് പറ്റിയൊരു നാടാണ് എന്ന് നിലവന്നു. നിക്ഷേപ സൗഹൃദമായിരുന്നില്ല ഒരു കാലത്ത് നമ്മുടെ നാട്. ഇപ്പോ നിക്ഷേപ സൗഹൃദമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ് ലഭിച്ചത്. സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ? 2016 ഞങ്ങള് അധികാരത്തിൽ വന്നപ്പോ നമ്മുടെ റാങ്ക് വളരെ പിറകിൽ. ഒരു തരത്തിലും ആലോചിക്കാൻ പറ്റില്ല. ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതേ വഴിക്ക് വിടാനല്ലാലോ ഗവൺമെന്റ്. എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? നമുക്ക് ഒരു നാടെന്ന നിലക്ക് നമ്മുടെ നാടിനെ നിക്ഷേപ സൗഹൃദമാക്കാൻ തടസ്സങ്ങൾ എന്താണ്, അത് പരിഹരിക്കാൻ എന്തു ചെയ്യണം, അതിലേക്ക് കടക്കണം എന്നാ സർക്കാർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി. വിവിധ തലങ്ങളിൽ വ്യവസായികളുണ്ട്, ഉന്നതരായവരടക്കമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പ്രത്യേകമായി വിളിക്കേണ്ട സംഘടനാ ചുമതലയുള്ളവരുണ്ട്. എല്ലാവരെയും വിളിച്ചു, ഓരോരുത്തരെയും വിളിച്ച് ചർച്ച ചെയ്യും. അപ്പോ നിയമങ്ങൾ മാറണമായിരുന്നു, ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു. നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി. നമ്മുടെ നാടിന്റെ ഒരു മാനസിക ഘടനയിലും മാറ്റം വരണമായിരുന്നു. അതിനുള്ള ഇടപെടലും നടന്നു. പൊതുവെ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്ന നിലയിലേക്ക് എത്തി. മാത്രമല്ല, പല തലങ്ങളിൽ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആ തടസ്സങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കൃത്യമായ പിൻബലത്തോടെ അപേക്ഷ നൽകിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി നൽകിയിരിക്കണം. അനുമതി നൽകിയില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി അവർക്ക് പദ്ധതി തുടങ്ങാം എന്ന് നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തു. അപ്പോഴേക്ക് 2021 2021 തുടർഭരണം സമ്മാനിച്ചപ്പോ അതേ വഴിക്ക് കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. കൂടുതൽ നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത്. കൊച്ചിയില് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി. 2 ലക്ഷം കോടി രൂപയോളമാണ് നിക്ഷേപ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സംരംഭങ്ങള്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി 1 ലക്ഷം സംരംഭങ്ങളാണ് തുടക്കം കുറിച്ചത്. അതിനാണ് ലക്ഷ്യമിട്ടത്. 3.5 ലക്ഷം പൂർത്തിയായി കഴിഞ്ഞു.
ഇതെല്ലാമാണ് മാറ്റങ്ങൾ. എങ്ങനെയാണ് ആ മാറ്റം വന്നത്? ഒരു സംശയവും വേണ്ട, അത് തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ്. തുടർഭരണത്തിന്റെ ഭാഗമായാണ് ഈ പറയുന്ന മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. ആരോഗ്യരംഗം വല്ലാതെ പുറകിൽ പോയിരുന്നു. 2016 ആർദ്രം മിഷൻ നടപ്പാക്കി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ. ഇവിടെ പറഞ്ഞു കോവിഡിനെ കുറിച്ച്, ദീർഘമായി അതിലേക്കൊന്നും പോകുന്നില്ല. കോവിഡിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധ രാഷ്ട്രം വരെ മുട്ടുകുത്തി. പക്ഷെ നമുക്ക് മുട്ടുകുത്തേണ്ടി വന്നില്ല. കോവിഡിന്റെ മൂർധന്യ ദശയിലും കേരളം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മികച്ചു നിന്നു. അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവ്, ഓക്സിജൻ ബെഡ് ഒഴിവ്, ICU ബെഡുകൾ ഒഴിവ്, എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ വരെ ഒഴിവ്. ഇത് കോവിഡ് കണ്ടുകൊണ്ട് നാം ഒരുക്കിയതല്ല. ആർദ്രം മിഷന്റെ ഭാഗമായി പൊതുവെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റത്തിന്റെ ഭാഗമാണത്. ഇതാണ് രാജ്യവും ലോകവും നമ്മെ അത്ഭുതത്തോടെ നോക്കുന്നതിനിടയാക്കിയത്. ഈ കൊച്ചുനാടിന് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. വേറൊരു കണക്ക്, നമ്മുടെ ലോകത്ത് നവജാത ശിശുക്കളുടെ മരണം, എല്ലാ കാര്യങ്ങളും അമേരിക്കയാണല്ലോ വലിയ തോതിൽ കണക്കുകൂട്ടുക. അമേരിക്കയിലെ നവജാത ശിശു മരണനിരക്ക് 5.6, കേരളത്തിൻ്റെതോ 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്കിനേക്കാളും കുറഞ്ഞ നിരക്ക് കേരളത്തിൽ നാം നേടിയിരിക്കുന്നു. ഇതെല്ലാം തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ് എന്ന് നാം കാണണം. ഈ മാറ്റം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എല്ലാവർക്കും അറിയാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കണമെന്നാണ് നാം തീരുമാനിച്ചത്. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുക. നല്ല മാറ്റമുണ്ടായിരിക്കുന്നു. ആ മാറ്റത്തിന്റെ പ്രതിഫലനം കാണാനുണ്ട്. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ നേരത്തെ ആദ്യത്തെ 100-ൽ നമ്മുടെ എവിടെയും ഉണ്ടായിരുന്നില്ല. കൃത്യമായ ഇടപെടൽ. ഇപ്പോ കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ ഗ്രേഡിംഗ് എടുത്താൽ രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികളിൽ 3 കേരളത്തിലേത്. 9, 10, 11 കേരള, കൊച്ചിൻ, ഗാന്ധി. 50 യൂണിവേഴ്സിറ്റി എടുത്താൽ ഒന്നുകൂടി വരും. 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് ഉണ്ട്. മൊത്തം കോളേജുകൾ 100 എടുത്താൽ, മികവുറ്റ കോളേജ് 100 എടുത്താൽ 16 കേരളത്തിലേത്. മാറ്റമല്ലേ ഇത്? ഇത്തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു. കാരണം പുതിയ കോഴ്സുകൾ, വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതിനാവശ്യമായ ഇടപെടൽ. ഒരു ഭാഗത്ത് കിഫ്ബിയുടെ പണം, വേറൊരു ഭാഗത്ത് സർക്കാർ കൊടുക്കുന്ന പണം.
എല്ലാം കൂടി ഉന്നത വിദ്യാഭ്യാസത്തെ വലിയ മികവിലേക്ക് നാം ഉയർത്തുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വലിയ തോതിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം തുടർ ഭരണത്തിന്റെ പ്രത്യേകതയായി വന്നതാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കണം. ഇപ്പോ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ചില വസ്തുതകൾ കാണണം. 2016 ബജറ്റില് ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിച്ചിരുന്നത് 665 കോടിയാണ്. ഇപ്പൊ എത്രയാണെന്നറിയോ? 3000 കോടി. ഇതാണ് മാറ്റത്തിന്റെ അടിസ്ഥാനം. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ 5000 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്താണ് 10 ലക്ഷം കുട്ടികൾ തിരിച്ചു വരുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇപ്പോ ആരോഗ്യരംഗത്തെ നേട്ടം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ കാണണം. നമ്മുടെ ആയുർദൈർഘ്യം കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ആയുർദൈർഘ്യം കൂടുതലാണ്. നമുക്കറിയാം, എല്ലാ കിടപ്പ് രോഗികൾക്കും നല്ല രീതിയിലുള്ള സാന്ത്വന പരിചരണമാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മുടെ ചില ഇടപെടലുകൾ രാജ്യവും ലോകവും ശ്രദ്ധിക്കുകയാണ്. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു നാടാണ് നമ്മുടേത്. K-ഫോൺ എല്ലാ വീട്ടിലും ഗവൺമെന്റ് ഓഫീസിലും നല്ല ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുകയാണ്. നമ്മുടെ കൊച്ചിയിൽ നമ്മൾ ഒരുക്കിയ വാട്ടർ മെട്രോ അത് രാജ്യത്ത് പലരും പകർത്താൻ വരികയാണ്. ലോകത്ത് പല രാജ്യങ്ങളും അവരുമായി വന്ന് ചർച്ച നടത്തുകയാണ് അവരുടെ രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി. ആ തരത്തിലുള്ള മാതൃകയാണ് നമുക്ക് സൃഷ്ടിക്കാനായിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ആ സയൻസ് പാർക്കിന് പുറമെ 600 കോടി രൂപ ചെലവഴിച്ച് 3 സയൻസ് പാർക്കുകൾ വേറെയും വരികയാണ്. IT രംഗത്ത് വലിയ വികസന പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പുതിയ IT പാർക്കുകൾ വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വികസന രംഗത്ത് മാത്രമല്ല നാം കാണേണ്ടത് വലിയ തോതിലുള്ള ഇടപെടലാണ് ക്ഷേമരംഗത്ത് നാം നടപ്പാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും, നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാരിൽ നല്ലൊരു ഭാഗം സാധാരണഗതിയിൽ വരുമാനമൊന്നുമില്ലാത്തവരാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ കാര്യം പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാരുടെ അവരെ ഒരു തരത്തിലുള്ള ക്ഷേമ പെൻഷനും ലഭിക്കാത്തവരാണെങ്കിൽ പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. ഇതില് 31 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരിക. ഒരു വർഷം ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുക 3800 കോടി രൂപയാണ് എന്നത് കാണണം.
അപ്പൊ ചിലർ പറയാണ്, ഓ ഇത് നിങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ നടപ്പാക്കുന്നത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇത് മുഴുവൻ സംസ്ഥാന പദ്ധതിയാണ്, വേറെ ആരുടേതുമല്ല. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മുടെ യുവാക്കള്, വിദ്യാർത്ഥികള് ITI കഴിഞ്ഞു, പോളിടെക്നിക് കഴിഞ്ഞു, ബിരുദം കഴിഞ്ഞു, സ്കിൽ കോഴ്സിന് ചേരാൻ പോകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ആ കോഴ്സിന് ചേരുമ്പോൾ അവർക്കൊരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്താനായി 1000 രൂപ മാസം പ്രതി നൽകുകയാണ്. 5 ലക്ഷം യുവതി യുവാക്കൾ ഇതിന്റെ ഗുണഭോക്താക്കളാകും. ഒരു വർഷം 600 കോടി രൂപയാണ് ഇതിനു വേണ്ടി വരിക. കേരളത്തിലെ കുടുംബശ്രീയെ കുറിച്ച് നിങ്ങൾക്കറിയാം. വാർഡുകൾ തോറും പ്രവർത്തിക്കുന്ന ADSകളുണ്ട്, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ആ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് ഓരോ മാസവും 1000 രൂപ വീതം നൽകുകയാണ്. 20,000-ഓളം ADSകളുണ്ട്. പ്രതിവർഷം 23 കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപ, 400 രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുകയാണ്. ഇതിന് പ്രതിവർഷം 13,000 കോടി രൂപ വേണ്ടി വരും. 60 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. സർക്കസ് കലാകാരന്മാർ, അവശ കലാകാരന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി മാറ്റുകയാണ്. സർക്കാർ ജീവനക്കാര്, അധ്യാപകര്, പെൻഷൻകാര്, അവരുടെ എല്ലാം DAയും DRഉം അത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടും പെൻഷനോടുമൊപ്പം വർദ്ധിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചു. സർക്കാർ ജീവനക്കാര് 5,45,000 ഉണ്ട്. ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാരുള്ളൊരു നാടാണ് നമ്മുടെ നാട്. 2,300 കോടി രൂപ അതിന് വേണ്ടിവരും എന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ കൂട്ടുകയാണ്. ഇപ്പം നിലവിലുള്ളതിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിന്റെ ഭാഗമായി 66,240 അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരുമുണ്ട്. പ്രതിവർഷം 934 കോടി രൂപയാണ് അതിനു വേണ്ടി വരിക. ഇങ്ങനെ എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല. ക്ഷേമ പെൻഷൻ, ക്ഷേമ നടപടികൾ വലിയ തോതിൽ തുടരുകയാണ്. ആശാ വർക്കർമാർക്കും 1000 രൂപയുടെ വർധനവ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രവാസി ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ് ലോക കേരള സഭ. ലോക കേരള സഭയുടെ 4 സഭകളാണ് ഇപ്പോ നടന്നു കഴിഞ്ഞത്. ആദ്യ സഭയിൽ 35 രാജ്യങ്ങളായിരുന്നുവെങ്കിൽ 4ാമത്തെ സഭയായപ്പോ 103 രാജ്യങ്ങളായി. അടുത്ത സഭ ഏതാനും നാൾ കഴിഞ്ഞാൽ നടക്കാനിരിക്കുകയാണ്. ഇതോടൊപ്പം നോർക്ക കെയർ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് പ്രവാസി മിഷനിലൂടെ നടപ്പാക്കുന്നത്. നോർക്ക കെയർ എന്നത് പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിലേറ്റവും പ്രധാനം നോർക്ക ID കാർഡാണ്. ആ ID കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. പ്രധാന ആകർഷണം നിലവിലുള്ള രോഗങ്ങൾക്കും കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സക്ക്
പരിരക്ഷ ലഭിക്കുമെന്നതാണ്. അതേപോലെ തന്നെ പ്രവാസി മിഷൻ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്ന കാര്യമാണ്. ഇതിലെല്ലാം വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില പ്രവാസി സഹോദരങ്ങൾ സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ സഹായം ചോദിക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ഏകോപിതമായി തന്നെ ഇതിനകത്ത് സഹായവുമായി ഉണ്ടാകും. അതിന് പ്രത്യേക സംവിധാനവും ഒരുക്കുന്നതാണ്. നമ്മുടെ പ്രവാസി ഡിവിഡൻഡ് പദ്ധതി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ്. 330 കോടി രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. NRI കമ്മീഷനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 2016 മുതൽ 212 കോടി രൂപയുടെ ധനസഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ND പ്രേം തൊഴിൽ സംരംഭങ്ങൾക്ക് നൽകുന്ന സഹായമാണ് തിരികെ എത്തിയവർക്ക്. അതില് സബ്സിഡിയായി 106 കോടിയിൽ പരം രൂപ ഇതിനകം നൽകാനായിട്ടുണ്ട്. പ്രവാസി ഭദ്രത, കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവര് അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ആവശ്യമായ പലിശ മൂലധന സബ്സിഡി ആ ഇനത്തിൽ 119 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രവാസി ID കാർഡ് അത് 7,53,310 കാർഡാണ് ഇപ്പോൾ നൽകിയത്. പോരാ, ഇനിയും ആളുകൾ അതിന് മുന്നോട്ട് വരണം. എല്ലാ സംഘടനകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് സംഘടിപ്പിക്കാൻ നോക്കണം. ഈ കാര്യത്തിൽ 76 പേർക്ക് 1,99,88,000 രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി നല്ല പ്രതികരണമാണ് പൊതുവിലുള്ളത്. 47,749 പ്രവാസികളാണ് ഇൻഷുറൻസ് പോളിസി ലഭ്യമായിട്ടുള്ളത്. അതിൽ 16 പേർക്ക് 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകാനായിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സഹായമാണ്. 1,657 വിദ്യാർത്ഥികൾക്ക് 2,91,10,000 രൂപയുടെ സ്കോളർഷിപ്പാണ് ഇവിടെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വിവിധ രീതിയിലുള്ള പരിപാടികൾ നല്ല നിലക്ക് നമുക്ക് സംഘടിപ്പിക്കാനാകുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. നാം നവകേരളമാണ് ഉദ്ദേശിക്കുന്നത്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നവകേരളം? നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിന്റെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ അസാധ്യം എന്നൊന്നില്ല. അസാധ്യം എന്ന് കരുതുന്ന ഏതും സാധ്യമാക്കാനാണ് നാം ശ്രമിച്ചിട്ടുള്ളത്. അതിന് നാടിന്റെയും ജനങ്ങളുടെയും ഒരുമയും ഐക്യവുമാണ് ആവശ്യം. ഇതേവരെ അത് നല്ല നിലക്കുണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളിൽ നിന്നെല്ലാം അതുണ്ടാകണമേ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമ്മേളനത്തിന് ശേഷം ഈ വേദിയിൽ കലാ കുവൈറ്റിന്റെ സാംസ്കാരിക പരിപാടിയായ മേഘമൽഹാർ 25 അരങ്ങേറുന്നുണ്ട്. ആ പരിപാടിയുടെ കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ. ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കുവൈറ്റ് പൗരാവലിയുടെ സ്നേഹാദരങ്ങൾ നൽകുന്നതിനായി ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും
കലാകുവൈറ്റിന്റെ പ്രസിഡന്റുമായ ശ്രീ മാത്യു ജോസഫിനോട് അപേക്ഷിക്കുന്നു. സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ആദരവോടെ അഭ്യർത്ഥിക്കുന്നു.